എലൈജ ആൻഡ് ദി ഐഡൽസ് ഓഫ് ബാൽ. ഏലിയാവും ബാൽ വിഗ്രഹങ്ങളും. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു സന്ദേശമാണ് കടന്നു വരുന്നത്. സത്യദൈവത്തിൽ നിന്ന് ദൈവമക്കളെ മാറിപ്പോകുമ്പം ദൈവത്തിന് വലിയ സങ്കടമാണ്, ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത ദുഃഖമാണ്. ഇസ്രായേൽ ജനതയെ ദൈവം തിരഞ്ഞെടുത്താണ്, പക്ഷേ അവർ മറന്നുപോയിട്ട് ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ആഹാബ് എന്ന് പറഞ്ഞൊരു രാജാവ് ജീവിച്ചിരുന്ന കാലം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ജെസബൽ, ഇസബൽ എന്ന് പറയും. ഇസബൽ സ്പിരിറ്റ്, ഇംഗ്ലീഷിൽ ജെസബൽ എന്ന് പറയും. ഇസബൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട സ്പിരിറ്റാണ്. അവളിൽ പിശാചാണ് ഭരിക്കുന്നത്. ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ കൊട്ടാരത്തിനകത്തെ സ്ഥിതി. കൊട്ടാരത്തിൽ പിശാചുക്കളുടെ ഒരു കളിയാണ്. ബാൽ വിഗ്രഹങ്ങളുടെ പ്രവാചകന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഇവരുടെ ജോലി. നമ്മൾ ഓർക്കണം, ഒരു രാജ്യത്തിൻ്റെ ഭരണം നയിക്കുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ എല്ലാ ദിവസവും ബാൽ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരെ വിളിച്ചുകൊണ്ട് വിഗ്രഹ ആരാധന നടത്തുന്നു. എന്താണ് ഇപ്പോഴത്തെ കാലത്ത് നിന്നൊട്ടും വ്യത്യാസമല്ലല്ലോ. എല്ലാ ജനതയും സത്യദൈവത്തിൽ നിന്ന് മാറി അവരവർക്കിഷ്ടമുള്ള ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ട്, അതായത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ദൈവമായിട്ട് വെക്കാം. അതാണ് എൻ്റെ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഉപയോഗം. അതായത് നമുക്ക് ബുദ്ധി വേണമെങ്കിൽ അതിനൊരു വിഗ്രഹം, പണം വേണമെങ്കിൽ അതിന് വേറൊരു വിഗ്രഹം, പഠിത്തം വേണമെങ്കിൽ അതിനൊരു വിഗ്രഹം, വിസ്ഡം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഓരോരുത്തരും നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതാണ്, ഇത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങളെ ആരാധിക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാ? ആ ദുഷ്ടശക്തികൾ, പിശാചുക്കൾ ഏത് രൂപത്തിലും കയറി വന്ന് അതിനകത്ത് ഇരുന്ന് വെച്ച് നമ്മളെ അത് പഠിപ്പിക്കും. അവസാനം അവർ തരുന്നതായിട്ട് തോന്നിക്കും, നമ്മൾ ഇതിന് അടിമയാകും. ഒരിക്കലും നിത്യമായ രക്ഷയോ നിത്യജീവനോ കിട്ടാതെ ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞിട്ട് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലോട്ട് മാറുകയാണ്. ആ ഒരവസ്ഥ തന്നെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. 18-ാം അധ്യായത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ നോക്കുന്ന വാക്യം ആദ്യ ഭാഗം മാത്രം വായിക്കാം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട്. യഹോവ തന്നെ എഴുന്നള്ളി വന്ന് ഏലിയാവോട് പറയുകയാണ്, നീ ചെന്ന് ആഹാബിനോട് നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമര്യയിൽ കഠിനമായിരുന്നു. ആകയാൽ ആഹാബ് തൻ്റെ ഗൃഹവിചാരന ഓബദ്യാവെ ആളുവരുത്തി. ഓബദ്യാവ് യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഓരോ ഗുഹകളിൽ 50 വെച്ച് ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. അപ്പം നമ്മൾ ഇസബലിൻ്റെ കൊട്ടാരത്തിൽ, അല്ലെ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ പ്രവാചകന്മാർ അവരുടെ ബാൽ വിഗ്രഹന്മാരെ ആരാധിച്ച് ദുഷ്ടത ചെയ്യുമ്പോൾ കുറച്ച് ദൈവമക്കളെ കൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ സൂക്ഷിക്കുന്നതാണ് ആദ്യ ഭാഗം കാണുന്നത്. എന്നാൽ കുറേ കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ആഹാബിനോട് പറയുകയാണ്, നീ നിന്നെ തന്നെ ദൈവം തമ്പുരാൻ ഏലിയാവിനോട് പറയുകയാണ്, നീ നിന്നെ തന്നെ ആഹാബ് രാജാവിനെ വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ദൈവം തമ്പുരാൻ ആരാണ് യഥാർത്ഥ ദൈവമെന്ന് വെളിപ്പെടുത്തുകയാണ്. എപ്പം ദൈവം തൻ്റെ പ്രവൃത്തി നമുക്ക് തരുന്നോ ദൈവം തൻ്റെ മഹത്വം നമ്മളിൽ കൂടെ കാണിക്കാൻ ആഗ്രഹിക്കും. കാരണം അവനാണ് നമ്മുടെ ജീവൻ, അവനാണ് നമ്മുടെ ഉറവ. ജീവനുള്ള ദൈവത്തിൽ കൂടെ വേണം നമ്മളെ അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ. തക്ക അല്പകാലത്തേക്കുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി നമ്മൾ എന്തും ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്ന ഒരു കാലയളവിൽ സത്യദൈവത്തിൽ ഉറച്ചു നിന്ന് നിരന്തരമായ നിത്യമായ അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഏലിയാവ് ചെന്നിട്ട് ആഹാബ് രാജാവിനെ കാണുന്നു. ആഹാബിനോട് മഴ പെയ്യുന്നതിനെക്കുറിച്ച്. എന്നാൽ അതിനു മുമ്പ് സത്യദൈവം ആരെ എന്ന് വിളിച്ചറിയാൻ ഏലിയാവ് ഒരു ചലഞ്ച് ചെയ്യുന്നുണ്ട്. വരുവിൻ, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് ദൈവത്തിന് യാഗം കഴിക്കാം. ദൈവത്തിന് യാഗം കഴിച്ചിട്ട് ദൈവം തീ കൊണ്ട് ആർക്ക് ഉത്തരം അരുളുന്നോ അതാണ് യഥാർത്ഥ ദൈവം എന്ന് പറയുന്നു. അങ്ങനെ ഇസ്രായേൽ ജനത ദൈവത്തിന് വിപരീതമായി ബാൽവിഗ്രഹങ്ങളുടെ പുറകെ പോകുന്നിടത്ത് നിന്ന് അവരെ തിരിച്ചുവിടുക്കാൻ വേണ്ടി ദൈവം തീ കൊണ്ട് ഉത്തരം കൊടുക്കുന്ന ഒരു അധ്യായമാണ് 18-ൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഏലിയാവ് പറഞ്ഞനുസരിച്ച് എല്ലാ ഇസ്രായേൽ ജനതയും കർമ്മേൽ എന്ന മലയുടെ മുകളിലോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. കർമ്മേൽ എന്ന മലയുടെ മുകളിലോട്ട് പോയിട്ട് ഏലിയാവ് ചെയ്തത് എന്താണെന്നുള്ളത് നമുക്ക് വായിക്കാം. 18-ന്റെ 30 തൊട്ട് 20 തൊട്ട്.
ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഏലിയാവ് എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുന്ന യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് എടുത്തുകൊണ്ട് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന് ചുറ്റും 2 സെയ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അത് വിറക് അടുക്കി ആ തോട്ടിനകത്ത് വെള്ളം ഒഴിച്ചു. അപ്പം അതിന് മുൻപായിട്ട് പറയുന്ന ഭാഗം, ഏലിയാവ് എല്ലാവരെയും വിളിച്ചിട്ട് അഗ്നി കൊണ്ട് ആരാണ് ഉത്തരം പറയുന്നത് അതാണ് യഥാർത്ഥ ദൈവമെന്ന് പറഞ്ഞിട്ട് വരുവിൻ നമുക്ക് യാഗം കഴിക്കാം. അപ്പോൾ ബാൽ വിഗ്രഹക്കാരെയും വിളിച്ചു. അവരും കൊണ്ടുവന്ന് കാളയെ അറുത്തു. അവരും കൊണ്ട് വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉച്ച വരെ അവർ കിടന്ന് നിലവിളിക്കുകയാണ്, ദൈവമേ ഇറങ്ങി വരണമേ, ബാൽ വിഗ്രഹമേ ഇറങ്ങി വരണമേ, അവരനങ്ങിയില്ല. ഏലിയാവ് കളിയാക്കുന്നത് തന്നെ നമുക്ക് കാണാം. ഏലിയാവിന് മനസ്സിലാകുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം വന്ന് നിൽക്കുന്നതിനാൽ ഇവിടെ ഏതായാലും ദൈവത്തിൻ്റെ അതിശയം നടക്കും, അല്ലെ അത്ര ധൈര്യമായിട്ട് നിൽക്കത്തില്ലല്ലോ. അതാണ് നമ്മൾ ദൈവമാണ് വിടുന്നത് എങ്കിൽ ദൈവം തൻ്റെ വഴികൾ ഒരുക്കി തന്നെയാണ് കൊണ്ടുവന്നത്. എന്താണ് ഏലിയാവ് ചെയ്തത്? ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ ആദ്യമേ പണിത് തീർക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എവിടെയെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിക്കിടക്കുന്നോ, നമ്മുടെ കുടുംബത്തിൻ്റെ മതിലുകൾ എവിടെ പൊളിഞ്ഞു കിടക്കുന്നോ അത് പണിത് തീർക്കണം. ഇന്ന് ചെയ്തിരിക്കണം. അത് നമ്മുടെ ആത്മാവിലത് കാണണം. വേലി കെട്ടേണ്ടടുത്ത് നമ്മൾ വേലി കെട്ടണം. ഒരു ഭവനത്തിന് നിർബന്ധമായിട്ടും അത്യാവശ്യമാണ് ചുറ്റും ഒരു മതിൽ. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാം, മതിലുകൾ ഒരു കണക്കിൽ നല്ല അയൽവക്കക്കാരെ ഉണ്ടാക്കും, അതല്ലെങ്കിൽ അവർ തമ്മിൽ എപ്പോഴും വഴക്കാം. ഒരു നല്ല മതിലുണ്ടെങ്കിൽ കുറച്ചൊക്കെ വഴക്കുണ്ടാക്കാതിരിക്കാൻ അത് ദൈവം സഹായിക്കുന്നുണ്ട്, മനുഷ്യരെ സഹായിക്കുന്നു. ദൈവം പോലും സമാഗമന കൂടാരത്തിന് ചുറ്റുപാടും മതിൽ കെട്ടി. അതിനകത്ത് 3 പ്രാകാരം, അതുപോലെ വിശുദ്ധം അതിവിശുദ്ധം, അതിന് ചുറ്റുമായിട്ടൊരു വലിയ ഒരു മതിൽ കെട്ടിക്കഴിഞ്ഞിട്ടാണ് ആ സമാഗമന കൂടാരം ഉണ്ടാക്കിയത്. മരുഭൂമിയിൽ അന്നേരം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭവനങ്ങൾക്കും മതിലുകൾ, നമ്മുടെ ജീവിതത്തിന് അതിര് വേണം, മതിലുകൾ വേണം. അങ്ങനെ ഏലിയാ പ്രവാചകൻ വന്നിട്ട് ബാൽ വിഗ്രഹങ്ങൾക്കെതിരായിട്ട് സത്യദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ നമ്പർ അനുസരിച്ച് കല്ലുകളെടുത്ത് ഒടിഞ്ഞു പൊളിഞ്ഞു കിടന്നതായ യാഗപീഠത്തെ വീണ്ടും നന്നാക്കുകയാണ്. നമുക്കവിടെ നിർത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവിടെ തന്നെ പറയുന്നു, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കളിൽ എവിടെയാണ് യാഗപീഠം പണിയാതെ കിടക്കുന്നത്, എവിടെയാണ് ദൈവത്തിനുള്ള ബലി അർപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത്, അതെല്ലാം ഇന്ന് നമ്മൾ വീണ്ടും കല്ല് പറക്കി ബലിപീഠം കെട്ടുകയാണ്. ഇപ്പോൾ ബലിപീഠം കെട്ടുകയാണ്, നമ്മൾ കെട്ടുകയാണ്. 12 ഗോത്രമാണ് നമ്മുടെ വീട്ടിലെ സംഖ്യ അനുസരിച്ച് നമ്മൾ കെട്ടുകയാണ്. അത് റിപ്പയർ ചെയ്യണം, ഉടനെ തന്നെ വേലി കെട്ടുകയാണ്. എന്നിട്ടാണ് ദൈവത്തിന് വേണ്ടി യാഗവസ്തു കഴിക്കുക. എന്താണ് ചെയ്തത്? ആ ഭാഗം വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? യാഗപീഠത്തിന് ചുറ്റും 2 സെയ വിത്ത് വിതയ്ക്കാനുള്ള തോടുണ്ടാക്കി. എന്നിട്ട് വിറകെ അടുക്കി കാളയെ ഖണ്ഡമായി വിറകിന്മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു ഹോമയാഗത്തിൻ്റെ മേലും വിറകിന്മേലും ഒഴിപ്പീനെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ബാൽ വിഗ്രഹക്കാരും അവരുടെ കാളയെ അറുത്ത് വെച്ചിട്ട് അവരുടെ തന്നെ ദേഹത്തെ വെട്ടി രക്തം ചൊരിഞ്ഞിട്ട് പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദേവനെ വിളിച്ച് ദേവൻ അനങ്ങി വന്നില്ല. എന്നാൽ ഏലിയാ പ്രവാചകൻ ചെന്നിട്ട് നമുക്കൊരു ജീവനുള്ള ദൈവമുണ്ട്, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഈ ദൈവത്തിൻ്റെ സത്യത്തെ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് അങ്ങനെ കാണിക്കാൻ വേണ്ടി 3 പ്രാവശ്യം വെള്ളം ചുറ്റുവെച്ചിട്ട് വെള്ളം യാഗപീഠത്തിന് ചുറ്റുമൊഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു. തോട്ടിലും വെള്ളം ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്ത് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, നമുക്കിത് തന്നെ പറയാം, അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവമായ ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കോബാണ്, ദൈവമായ ദൈവം, ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യമൊക്കെ ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും വെളിപ്പെടുത്തി വരട്ടെ. ഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ ഹോവ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണം. ഉടനെ ഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചോളും. ജനമെല്ലാം അത് കണ്ട് കവിഞ്ഞാണ് യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? നമുക്കൊരു ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ജീവനുള്ള ദൈവത്തിനെ തീയിലിറക്കി കൊണ്ടുവരാൻ കഴിവുള്ളൊരു ദൈവം. അഗ്നിയാലും അടുത്ത പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, ഞാൻ യോഹന്നാൻ സ്നാപകൻ വിളിച്ച് പറയുന്നുണ്ട്,
ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിക്കും, എൻ്റെ പുറകെ വരുന്നാലും ആ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവനുള്ള ദൈവം ജീവിക്കുന്ന തീയാണത്. ജീസസ് ഇഗ്നേഷ്യസ് എന്നാണ് അവൻ്റെ പേര്. അവൻ തീയായിട്ട് ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് ഇറങ്ങുന്ന ശത്രുവിനെ നശിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകളിലെ ശത്രു ആധിപത്യം എടുക്കുന്നത് ഇപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ തീയിറക്കി ഇങ്ങനെ ഒരു ദൈവമുണ്ട്, വിഗ്രഹാരാധികളെ തിരിച്ചു കൊണ്ടുവരുന്ന ദിവസമാണ്. കാര്യസാധ്യത്തിന് വേണ്ടി അന്യദേവന്മാരുടെ പുറകെ പോകുന്ന ശപിക്കപ്പെട്ട സ്വഭാവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ ശിവൻ്റെ നാമത്തിൽ. അങ്ങനെ ദൈവം തമ്പുരാൻ തന്നെ എഴുന്നള്ളി വന്നു, ദൈവം തീയിറക്കി യാഗപീഠം. അതോടുകൂടി ഇസ്രായേൽ ജനത വീണ്ടും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എല്ലാ ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന എല്ലാ പ്രവാചകന്മാരെയും പ്രവാചകൻ തന്നെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ നിർത്താൻ നമുക്ക്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അതിശയങ്ങൾ പ്രവർത്തിക്കും. തീയിൽ ഉത്തരം തരുന്നൊരു ദൈവമാണ്. ആരാണ് ഭാരത്തിൽ കൂടെ പോകുന്നത് അവരുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. ജീവനുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, നമുക്ക് ഉത്തരം തരുന്നു, നമ്മുടെ കുടുംബത്തെ പരിപാലിക്കുന്നു, നമ്മുടെ മക്കൾക്ക് വേണ്ടി അവൻ എഴുന്നള്ളി വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, സത്യദൈവത്തിൽ നിന്ന് അന്യ വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന സ്വഭാവം ഞങ്ങളുടെ കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങളിലെ തലമുറകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എടുത്ത് ദൂരെ കളയണം. ജീവനുള്ള സത്യദൈവത്തിൻ്റെ തീ കൊണ്ട് ഉത്തരം പറയുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം തമ്പുരാൻ ഏലിയ പ്രവാചകനിൽ കൂടെ നമ്മളെ കാണിച്ചു തന്നു കർത്താവേ. ആ ദൈവം ഇന്നും ജീവിക്കുന്നു കർത്താവേ. ജീവനുള്ള ദൈവം അതിവിശുദ്ധനാണ്. ദ വാർഡ് ഹോളി ഹോളി ഹോളി. അവിടുന്ന് വിശുദ്ധൻ എന്നാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവ് വസിക്കുന്ന ആലയത്തിൻ്റെ ചുറ്റുപാടും പരിശുദ്ധമാണ്. അത് പരിശുദ്ധമായിട്ട് തന്നെ സൂക്ഷിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ആലയങ്ങളോ ഭവനങ്ങളോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയമോ എവിടെയെങ്കിലും കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിന് വിപരീതമായി ഏതെങ്കിലും വിഗ്രഹങ്ങൾ കളിക്കുന്നെങ്കിൽ എടുത്ത് ദൂരെ കളഞ്ഞ് തീ കത്തിച്ച് കരിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ദുഷ്ടവിഗ്രഹങ്ങളെല്ലാം നശിപ്പിക്കുന്ന ദിവസമാക്കി മാറ്റണം. ഞങ്ങൾ ഭയപ്പെടാൻ ഒന്നുമില്ല കർത്താവേ. നീയാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ ശത്രുവിനെ നശിപ്പിക്കാൻ നിനക്ക് ഒരു നിമിഷം മതി. കർത്താവേ, യഹോവയ്ക്കാണ് യുദ്ധം. യുദ്ധം യഹോവയ്ക്കുള്ളത് നീ പറയുന്ന കർത്താവേ. സൈന്യത്താലും അല്ല ശക്തിയാലും അല്ല, നിൻ്റെ ആത്മാവിനാൽ ജയമെടുക്കുന്നതിന് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഒരു ഏലിയ പ്രവാചകനെ ഉയർത്തിയതുപോലെ അതേ ശക്തി കർത്താവേ നീ പറയുന്നുണ്ട്. ഏലിയാവ് നമ്മുടെ സമസ്വഭാവക്കാരനായിരുന്നു. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം കർത്താവേ എത്ര വലിയ അതിശയങ്ങളാണ് അദ്ദേഹത്തിൽ കൂടെ ചെയ്തത്. അതിൽ കൂടുതൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാമെന്ന് നീ പറയുന്നുവെങ്കിൽ അത് വിശ്വസിച്ചിട്ട് അതിൽ വെച്ച് ഒരല്പമെങ്കിലും കാല് വെക്കാനുള്ള ബലം ഞങ്ങൾക്ക് തരണം നാഥാ. അങ്ങനെ ഞങ്ങളെ മുൻപോട്ട് നടത്തിക്കാട്ടെ. തീയിൽ കൂടെ ഉത്തരം പറയുന്നൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ശത്രുവിൻ്റെ സകല തന്ത്രങ്ങൾ ഈ തീക്കകത്ത് കരിഞ്ഞു പോകുന്നു. ദൈവമക്കൾക്ക് ഇതൊരു വെളിച്ചമായി മാറുന്നു. അത് ആ വഴി വെട്ടി തുറന്നു കൊടുക്കുകയാണ്. മക്കൾ കയറി വരട്ടെ, തലമുറകൾ കയറി വരട്ടെ. അനേക കുടുംബങ്ങൾക്ക് ഇതൊരു വെളിച്ചമായി മാറട്ടെ. പല അമ്മമാരും അവരുടെ മക്കളെക്കുറിച്ച് വളരെ ദുഃഖത്തോടെ പറയുന്നു. അവരുടെ വേദനകൾക്ക് ഉത്തരം കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചൻ തീയിൽ കൂടെ ഇന്ന് ഉത്തരം തന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.